ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് മഴയെക്കുറിച്ച് കുറച്ച് സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചാലോ? പുറത്ത് ചാറ്റൽ മഴയുണ്ടോ? പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടോ? ഇതെങ്ങനെ ചോദിക്കുക? ഇറ്റ്സ് ഡ്രിസ്ലിംഗ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? ഇറ്റ്സ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്. കനത്ത മഴ പെയ്യുകയാണ്. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഇപ്പോൾ മഴ പെയ്യാൻ പോകുകയാണ്. ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ. മഴയിൽ ഞാൻ നനഞ്ഞു. ഐ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. ഇന്നലെ രാത്രി മഴ പെയ്തു. ഇത് എങ്ങനെ ചോദിക്കുക? കമന്റ് യുവർ ആൻസർ. ഇംഗ്ലീഷിൽ നിനക്ക് ഇഷ്ടമാണോ? നീ പോകാറുണ്ടോ? നീ പഠിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? ഒരാളുടെ ശീലങ്ങളെക്കുറിച്ചോ പതിവുകളെക്കുറിച്ചോ ചോദിക്കണമെങ്കിൽ ഡു യു എന്ന് വെച്ച് ചോദിച്ചാൽ മതി. അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നീ കാപ്പി കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് കോഫി? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ സിനിമകൾ കാണാറുണ്ടോ? ഡു യു വാച്ച് മൂവീസ്? നീ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി എവറി ഡേ? നിനക്ക് സംഗീതം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മ്യൂസിക്? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഇതെങ്ങനെ ചോദിക്കുക? നിങ്ങൾക്കറിയാമോ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു നോ? എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാമോ? ഇതെങ്ങനെ ചോദിക്കുക? ഡു യു നോ വാട്ട് ടു ഡു? വാട്ട് ടു എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന്. നിനക്ക് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് അറിയാമോ? ഡു യു നോ ഹൗ ടു കുക്ക്? ഹൗ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന്. എപ്പോൾ പോകണമെന്ന് നിനക്കറിയാമോ? ഡു യു നോ വെൻ ടു ലീവ്? വെൻ ടു എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെയ്യണമെന്ന് അല്ലെങ്കിൽ എപ്പോൾ പോകണമെന്ന്. എവിടെ പാർക്ക് ചെയ്യണമെന്ന് നിനക്കറിയാമോ? ഇതെങ്ങനെ ചോദിക്കുക? ഡു യു നോ വേർ ടു പാർക്ക്? വേർ ടു എന്ന് പറഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്യണമെന്ന്, എവിടെ ചെയ്യണമെന്നുള്ള ഒരു മീനിങ് ആണ്. എന്തുകൊണ്ട് കഴിയില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് വൈ കാൺറ്റ്. നിനക്ക് ഞങ്ങളോടൊപ്പം വരാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? വൈ കാൺറ്റ് യു കം വിത്ത് us? വൈ കാൺറ്റ് യു കം വിത്ത് us? എനിക്ക് അവിടെ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? വൈ കാൺറ്റ് ഐ ഗോ there? വൈ കാൺറ്റ് ഐ ഗോ there? നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? വൈ കാൺറ്റ് വി സ്റ്റാർട്ട് നൗ? നിനക്ക് എന്തുകൊണ്ടാ എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? കമന്റ് യുവർ ആൻസർ.